മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളമാണ്. ഈ കേസിൽ ഒരുപക്ഷെ അറസ്റ്റ് തടഞ്ഞെങ്കിൽ കേരളത്തിലേക്ക് എത്താനും എവിടെയാണോ രാഹുൽ സഞ്ചരിക്കുന്നത് അവിടെ വണ്ടി നിർത്തി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഇറങ്ങി വരാനും കഴിയുമായിരുന്നു. പോലീസിനെ ഭയക്കാതെ അടുത്ത നടപടികൾ സ്വീകരിക്കാൻ ഒരുപക്ഷെ 2 കേസുകളിലും ആ കേസുകളിലെ കൂടുതൽ രാഹുലിന് അനുകൂലമായ തെളിവുകൾ ഒക്കെ കണ്ടെത്താൻ ഒക്കെ രാഹുലിന് സാധിക്കുമായിരുന്നു. പക്ഷേ ഈ കേസിൽ അറസ്റ്റ് തടയാത്തതോടെ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രാഹുൽ കുറച്ചുകൂടി വേഗത കൂട്ടി ഓടേണ്ട സാഹചര്യത്തിലേക്ക് പോകും. ഒപ്പം തന്നെ രാഹുലിന് പിന്നാലെയുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓട്ടം അത് കുറച്ചുകൂടി വേഗതയിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണങ്ങൾ. കോടതി ഈ ഹർജി അത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു കാണേണ്ട കാര്യം. എന്തായാലും 2 ദിവസമായി മുൻകൂർ ജാമ്യം, ആദ്യത്തെ കേസിലെ മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെ പോലീസ് എല്ലാ ഭാഗങ്ങളിലും വലവിരിച്ചുള്ള അന്വേഷണമാണ് രാഹുലിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കേസിൽ ഹൈക്കോടതി ഇന്ന് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കേസിൽ ഇനി രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ 15-ാം തീയതി വരെ പോലീസിന് സാധിക്കുമായിരുന്നില്ല. അതിനിടയിലാണ് രാഹുൽ തന്നെ നിലവിൽ ഒരു പന്ത് പോലീസിന്റെ കയ്യിലേക്ക് കൊടുക്കുന്ന നിലയിൽ ഉടൻ നടപടിയുമായി ഒരു FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ജില്ലാ കോടതിയെ സമീപിച്ചത്. ആ കേസിൽ മുൻകൂർ ജാമ്യം വേണമെന്ന ആവശ്യവുമായി. പക്ഷേ ആ കേസിൽ രാഹുൽ ഇട്ടുകൊടുത്ത പന്ത് തിരിച്ച് നിലവിൽ രാഹുലിന് തന്നെ വിനയാകുന്ന നിലയിൽ അവരുടെ ഗോൾ പോസ്റ്റിലേക്ക് തന്നെ മാറിയടിക്കാനുള്ള സാഹചര്യത്തിലേക്ക് എന്തായാലും നിലവിൽ അവസരം പോലീസിന് ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് അന്വേഷണം സ്വാഭാവികമായും രാഹുലിന് വേണ്ടിയുള്ള അന്വേഷണമായിരിക്കും ഇനി ശക്തമാക്കുക. മറുഭാഗത്ത് SITക്ക് കീഴിൽ തന്നെ രൂപീകരിച്ച ഈ വനിതാ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം അവർ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള പ്രാഥമികമായ തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടായിരിക്കും മറ്റന്നാൾ തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് കോടതി ചേരുമ്പോൾ കോടതിയിൽ സമർപ്പിക്കുക. അജി, ബന്ധപ്പെട്ട ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുലിന്റെ വാദം ഇങ്ങനെയാണ്. അതായത് 2 വർഷം മുൻപ് സംഭവം നടന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് പോലീസിൽ പരാതി നൽകിയില്ല? KPCC പ്രസിഡന്റിനാണ് പരാതി നൽകിയത് എന്നാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് രാഹുൽ പറയുന്നത്. പരാതി സത്യമെങ്കിൽ പോലീസിനല്ലേ നൽകേണ്ടതെന്നും രാഹുൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പക്ഷേ കോടതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു വിവരം, ഈ കേസ് തിങ്കളാഴ്ച പരിഗണിക്കും. പോലീസ് അന്ന് റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. അതായത് 2ാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടയാതെ കോടതി എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഒരു വാർത്ത ഈ മണിക്കൂറുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതിൽ കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു പരാമർശം കൂടി വരുന്നുണ്ട്. ലൈംഗിക അതിക്രമ പരാതികളിൽ കാലതാമസം ബാധകമല്ല എന്ന് കോടതി വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഹർജി തിങ്കളാഴ്ച പരിഗണിക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം.